ഹലോ ഡിയേഴ്സ്, അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ ഞങ്ങളും വന്നു ഗൈസ് വള്ളം കളിക്ക്. നമുക്ക് ഈ ഒരു ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്ത് തന്നത് ഗോറാക് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ആയിരുന്നേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവരുടെ സർവീസ് അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഷിക്കാര വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഷിക്കാര കയറിയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് മക്കളെ. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. സോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ലൈവായിട്ട് വള്ളംകളി നേരിട്ട് കാണാൻ പോകുന്നത്. നമ്മുടെ ആലപ്പുഴക്കാരെ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഒരു ഐറ്റത്തിനാണെന്ന് വള്ളം കളിക്ക്. സോ അമ്മാതിരി ഹരവാണ് നമ്മുടെ ആലപ്പുഴക്കാർക്ക് വള്ളം കളി എന്ന് വെച്ചാൽ. നമ്മൾ വന്നിരുന്ന ഹൗസ് ബോട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കാസ്റ്റർ എന്ന് പറയുന്ന ഹൗസ് ബോട്ട് ആയിരുന്നേ. ഇതിനകത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലായിരുന്നു മക്കളെ. നല്ല അടിപൊളി കരിമീനും കൂട്ടി ഉച്ചക്ക് അടിപൊളി ഒരു ലഞ്ച്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടൻ വള്ളത്തിന്റെ മത്സരങ്ങളായിരുന്നേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ടി വി കാണുന്നതിലുപരി ഇതുപോലെ നേരിട്ട് വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. അങ്ങനെ ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും ചായയും പഴംപൊരിയും കഴിച്ചു. സോ ഗൈസ്, ഇതാണ് ഫൈനൽ റൗണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആര് വിജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു മക്കളെ. ഈ ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് തന്നെ അനുഭവിക്കണം. അത്ര അടിപൊളിയാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവില് VBC കപ്പടിച്ചിരിക്കുകയാണ് ഗൈസ്. സോ അത് കഴിഞ്ഞിട്ടുള്ള ആഹ്ലാദ പ്രകടനം ഉണ്ടല്ലോ, അതിൽ രസമായിരുന്നു. പിന്നെ എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വള്ളംകളി കാണാൻ ആലപ്പുഴക്കാർ മാത്രമല്ല കേട്ടോ, എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരും. അപ്പൊ നിങ്ങൾ ഈ ഫീൽ ഒന്ന് അറിയണേ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി ടൂർ പാക്കേജസും കാര്യങ്ങളും വേണം എന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോ ഗോവാ ടൂർസ് ആൻഡ് ട്രാവൽസ്. അപ്പൊ ഓക്കെ, ബൈഡാ.